അതെ നൈറ്റ് കിട്ടുന്ന പാലം കഴിഞ്ഞ അമേരിക്ക അല്ലേ? ആ പാലം കഴിഞ്ഞ അമേരിക്ക. ഹലോ ഗൈസ്, കേസൈക്ലോപീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്ന് പറയാൻ എനിക്ക് ചെറിയൊരു ചമ്മലും നാണമൊക്കെ ഉണ്ട്. കാരണം ഇതിൽ സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു സാധനമില്ല. അപ്പോൾ സൈക്കിളുമായി എന്തെങ്കിലുമാണ് കാണാൻ വന്നെങ്കിൽ നിങ്ങളിതാ ഇപ്പോൾ ഇവിടെ വെച്ച് ചാറ്റ പറഞ്ഞ് പൊക്കോളും. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കാനഡയിൽ വരുന്ന ഭൂരിഭാഗം ആൾക്കാരുടെയും ഓർ റാദർ 100% ആൾക്കാരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ബക്കറ്റ് ലിസ്റ്റ് ഐറ്റമാണ് നയാഗ്ര ഫോൾസ്. ആൻഡ് വി ആർ ഓഫ് ടു നയാഗ്ര ഫോൾസ്. ഇപ്പോൾ 10:34 നമ്മളവിടെ എത്തും. ഇപ്പോൾ 8:22 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം നയാഗ്ര ഫോൾസ് എന്നല്ലേ പണ്ട് നമ്മൾ സോഷ്യൽ സയൻസിലോ എവിടെയോ പഠിച്ചില്ലേ? അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഫോൾസായ നയാഗ്ര ഫോൾസ് എന്ന അതിശയം കാണാനായിട്ട് ഞാനും പ്രഭാകരൻ അളിയന്റെ ട്രോഫിയായ പാത്തുവും പിന്നെ ഇതിന്റെ ഇടയിലൂടെ ഒരു പണിയില്ലാതെ വീട്ടിലിരുന്ന നന്ദയും കൂടെ എടുത്ത് നമ്മൾ വണ്ടിക്കകത്തിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മൾ പോവാണ്. അപ്പം പ്രധാന പരിപാടി എന്ന് പറയുന്നത് നയാഗ്ര പോയാൽ നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്തിരിക്കണമെന്ന് സുഹൃത്തുക്കളൊക്കെ പറയുന്ന ഒരു ക്രൂസ് ഉണ്ട്. അപ്പോൾ അതിൽ ക്രൂസിൽ കയറി നമ്മൾ ഫോൾസിൻ്റെ അടുത്ത് പോവും. അതൊരു ഭയങ്കര വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. പിന്നെ ഈ യാത്രയിലെ കാഴ്ചകളും ഫോർഡ് മസ്താങ് ഇലക്ട്രിക്കലിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളും ഇതെല്ലാം കൂടെ വെക്കിയിട്ടുള്ള ഒരു കുഞ്ഞു ഫാമിലി വ്ളോഗ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. സൈക്കിളുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഏതാണ്ട് 160 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യാനുണ്ട്. 401 ഹൈവേ എടുത്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള വിശേഷങ്ങളുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. ഇന്ന് മിക്കവാറും ഒരു പുതിയ വ്ളോഗർ ജനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ, ബാത്തുവിന് വ്ളോഗിങ് കിറ്റൊക്കെ അർജുൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മോൺട്രിയിൽ പോയപ്പോഴത്തേക്ക് പാത്തുവിൻ്റെ അമ്മ, അതായത് അശ്വതിയെ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് അശ്വതി ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പാത്തുവിനെ മോട്ടിവേറ്റ് ചെയ്ത് പാത്തുവിനെ കൊണ്ടുകൂടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. അടുത്ത മോൺട്രിയിൽ വരയില് നീ തച്ചു വെച്ച് വരും നിക്കറ്. അടുത്ത എന്റെ ടാർഗറ്റ് നീയാണ്. വീട്ടിൽ 2 യൂട്യൂബേഴ്സ്. വീട്ടിൽ 2 യൂട്യൂബേഴ്സ്. അല്ല, നിങ്ങളും കൂടെ സമ്പൂർണ്ണ സാക്ഷരതയായി മാറും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമിയോ ചെയ്തോളാം. ശരി, അപ്പൊ അതാണ് പരിപാടി. അപ്പൊ എന്തായാലും നമുക്ക് നേരെ മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ചാർജിങ് സ്റ്റേഷൻ പിടിച്ചിരിക്കുകയാണ്. ഇത് വളരെ അടുത്താണ്. ഇത് നമ്മുടെ അവിടെ നിന്നൊരു 10 കിലോമീറ്റർ. ഷെപ്പേർഡിൻ്റെ ആ ഒരു റീജിയൻ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നു ഇത് കിടു സാധനമാണ് കേട്ടോ. ഇതിൽ 2 ചാർജിങ് ഉണ്ട്. ഇത് കണ്ടോ, 350 കിലോവാട്ട്സ് ഉണ്ട്, 100 ഉണ്ട്. ഈ 100 മിക്കവാറും കൂടുതലും ഈ ഹൈബ്രിഡ് വണ്ടികൾക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 350 എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ്. ഇതിൻ്റെ അകത്ത് കുത്തിക്കയറ്റുക. ഇതേ ഡിസൈനാണ് അവിടെ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് 350 കിലോ വാട്ട് വരെ കിട്ടും. അപ്പോൾ ഇതൊരു 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇത് 80% ചാർജ് ആവും. അപ്പോൾ ഒരു സാധനമാണ്. പക്ഷേ വർക്കാവുന്നില്ല ഗൈസ്, വർക്കാവുന്നില്ല. ചതിച്ച കയറുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് നോക്കട്ടെ. ഇത് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് കത്തണം ഐഡിയലി. ഓക്കെ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കുറച്ച് ബലത്തിൽ പിടിച്ചപ്പോഴത്തേക്ക് കണക്റ്റ് ആയി എന്ന് പറയുന്നു. അപ്പോൾ ഇത് കണ്ടോ, മിനിമം ഫീസ് 50 പൈസയാണ് ചോദിക്കുന്നത് ഗൈസ്. അവനവൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നു. ഓക്കെ, ടെക്നോളജിയാ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഫോൺ നമ്പർ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ പോയി ഏതാണ് കാറെന്ന് അന്വേഷിച്ച് അവർ ഓതറൈസ് ചെയ്തു. ഓക്കെ, ഓതറൈസ് ആയി. ഇനിയിപ്പോൾ നോക്കിക്കോളൂ. ഇപ്പോൾ എഴുതി കാണിക്കും ചാർജിങ് ഇനിഷ്യേറ്റിംഗ്. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ചാർജ് കയറുന്നു എന്നാണ് അർത്ഥം. ഒരു ബൂന്നൊരു സൗണ്ട് കേൾക്കും. ഇത് ഇത് കാണിക്കില്ലടാ, മറ്റേ സാധനം. ഇത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ഇപ്പം തന്നെ ഇത് കാണിക്കും എത്ര ശതമാനം ചാർജ് ഉണ്ട്, എത്ര ശതമാനം ചാർജ് ആവും എന്നൊക്കെ ഇപ്പോൾ എഴുതി കാണിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, കണ്ടോ, 23% ഉണ്ട്. ഇവിടെ ഇപ്പോൾ ആക്റ്റീവ് പവർ ഇത് കണ്ടോ, ഇത് കൂടിക്കൊണ്ടിരിക്കും. ഇത് 350 വരെയാണ് ഇതിൽ നിന്ന് തരുന്നത്. പക്ഷെ നമ്മുടെ വണ്ടിക്ക് എന്തോ 180 വരെയുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. ഇത് പറന്ന് കയറുന്നുണ്ട് അല്ലേ? പോളി. ഈ പെട്രോ കാനഡയുടെ ഇതിൽ നല്ല അടിപൊളിയായിട്ട് കയറും. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മളിവിടെ കാശ് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു $10 $12 $12 അതിനകത്ത് നമ്മുടെ പരിപാടി നടക്കും. ഇത് കണ്ടോ, 122 കിലോ വാട്ട് വരെ കയറുന്നുണ്ട്. ഇത് ഞാൻ കയറിക്കോളും. അപ്പോൾ നമ്മൾ ഒരു ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സോസേജിൻ്റെയും കുറച്ച് ബീൻസിൻ്റെയും കുറവുണ്ട്. അതെ കുറച്ച് സോസേജും ബീൻസും കുറവുണ്ടെന്നാണ് അർജുൻ പറയുന്നത്.
ഇത് ജാം, ഇത് ബ്രെഡ്, ഇത് നമ്മുടെ നാട്ടിലെ ആ ഓംലെറ്റ്, അതിന് ഇവിടെ സണ്ണി സൈഡ് അപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. എഗ് വിത്ത് സണ്ണി സൈഡ് അപ്പ്. ബുൾസൈ നമ്മുടെ നാട്ടിലെ ബുൾസൈ. ബുൾസൈ സണ്ണി സൈഡ് അപ്പാണ്. അപ്പോൾ ഇത് വീറ്റ് ബ്രെഡ്, നന്ദ മാത്രം ഒരു വെറൈറ്റിക്ക് വൈറ്റ് ബ്രെഡ്, പാത്തുവിൻ്റെ ബർഗറും, അപ്പം എല്ലാം സെറ്റ്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് വളരെ മനോഹരമായി. അപ്പോൾ ഇനിയിപ്പോൾ കാറിൻ്റെ അടുത്തോട്ട് പോവാണ്. എത്ര ശതമാനം ചാർജ് ആയി കാണും? എന്താണ് നിങ്ങളുടെ ഗസ്? ഒരു 81, 82. അപ്പോൾ അത് ഓടി 84. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു 83, 80. ഓ, എനിക്ക് ഇവിടെ നിന്ന് കാണാം 84. എടാ നീ കണ്ടിട്ട് പറഞ്ഞാണോ? 84% ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് പറയും. 40 മിനിറ്റിൽ 84, 80 വരെ പെട്ടെന്നാവും. പിന്നെ ബാക്കി ഇപ്പോൾ $20 ആയിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി വില കൂടുതലാണ്. ഇവിടെ ഇച്ചിരി പൈസ കൂടുതലാണ്. ശരി, അപ്പോൾ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു എയർപോർട്ടാണ്. പക്ഷെ ഇതാണോ മെയിൻ എയർപോർട്ട് എന്നൊരു സംശയം. പക്ഷെ ഇതാണെന്ന് എനിക്കൊരു ചെറിയ ഇതുണ്ട്, അറിയില്ല. ബേസിക്കലി ഇത് എവിടെ കുറച്ച് ഫ്ലൈറ്റ്സൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പാട്ടൊക്കെ കേട്ട്. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ചെറിയ വളരെ പതുക്കെ ഉള്ള സ്പീഡാണ്. 76. എൻ്റെ പക്ഷെ അത്രയും സ്പീഡ് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലൊരു 80 പോകുന്ന ഫീലേ ഉള്ളൂ. ചുമ്മാ നമ്മളിങ്ങനെയല്ല പോകുന്നത്. യൂഷ്വലി നമ്മൾ 100 ഇട്ടാണ് പോകുന്നത്. പിന്നെ ഒരു നല്ല റോഡ് കിട്ടിയപ്പോൾ ഒന്ന് ചവിട്ടി നോക്കാന്ന് വെച്ചൊന്ന് ചവിട്ടി നോക്കിയതാണ്. അത്രയാണ്. നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു നൈസ് ലേക്ക്, എത്രത്തോളം കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. ഒരു നൈസ് പാലവും വരുന്നുണ്ട്. അവിടെ കുറേ ഈ എനിക്ക് സീഗൾസ് ആണ്. ഹാർലി അളിയൻ അഹങ്കാരിയാണല്ലോ കേട്ടോ. വീഡിയോ ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തോ ഒരു സംശയമുണ്ട്. നൈസായിട്ടൊരു ഒരു വീഗാലാൻഡ് ഫീൽ ഉണ്ട്. ഇലക്ട്രിക്കിന്റെ പവറാണ് എന്റെ അളിയാ. ചവിട്ടണ്ട, അതിന് പിന്നെ അങ്ങ് കേറുക. വണ്ടി ഇങ്ങനെ വിതുമ്പുകയാണ്. എന്നെ ഒന്ന് ചവിട്ടി വിടുവെന്ന് പറഞ്ഞാൽ. നൈസ് പാലം. ഞാൻ വളരെ മര്യാദക്ക് തിരികെ മേടിച്ചിട്ടുള്ളത്. ഇവിടെ എന്തോ കൺസ്ട്രക്ഷനും. അളിയാ, നീ രണ്ടും കൽപ്പിച്ചുള്ള ചവിട്ടാണല്ലോ. എനിക്കിങ്ങനെ സിക്സാക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഓടിക്കൂല, വല്ലപ്പോഴും അയ്യോ, ഇതേ ഗൈസ് എഴുതി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് എക്സിറ്റ് ബിഫോർ USA. അതായത് അമേരിക്കൻ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. നയാഗ്ര ഫോൾസ്, നയാഗ്ര ഓൺ ദ ലേക്ക്. ഇവിടെ 950 മീറ്റേഴ്സ് കഴിഞ്ഞ് റൈറ്റ് 11:08 എത്തും. 11 മണിയായിട്ടുണ്ട്. അപ്പം എല്ലാം സെറ്റാണ്. ഞങ്ങൾ നയാഗ്ര എത്താറായി. അപ്പോൾ ഇവിടെ കണ്ട ഒരു ഗ്രേവ് യാർഡാണ്. ഇത് കുറച്ച് വലുതാണ്, കുറച്ച് ഏറെ വലുതാണ്. ഇത് അങ്ങറ്റത്തും തുടങ്ങി ഇങ്ങനെ ഇവിടെ ശവക്കല്ലറകളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നയാഗ്ര ടവർ. അതാണോ സ്കൈലോൺ ടവർ ആണോ? സ്കൈലോൺ ടവർ. അപ്പൊ നമ്മൾ ഏതാണ്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകുന്നുള്ള ദൂരമേ ഉള്ളൂ. അപ്പൊ ഇവിടെ പാർക്ക് ചെയ്ത് കുറച്ച് കാശ് സേവ് ചെയ്യാമെന്ന് പറഞ്ഞു. എടാ $15 എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതാണോ? 15. അപ്പൊ അവിടെ കേട്ടല്ലേ? $15 ക്യാഷ് കൊടുക്കേണ്ടി വരും. ക്യാഷ് കൊടുക്കാം. എന്റെ ക്യാഷ് ഉണ്ട്. ക്യാഷ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വണ്ടി ഇടാം. അവിടെ ഇടാൻ പറയണ്ട. യെസ്. അപ്പൊ ഞങ്ങൾ അവിടെ വണ്ടി ഇട്ടിട്ട് ബാക്കി പരിപാടികൾ മുന്നോട്ട് നീക്കാം. അങ്ങനെ വഴി അറിഞ്ഞൂടാത്ത കുറെ പേർ കാനഡയിലൂടെ തെക്ക് വടക്ക് നടക്കുകയാണ് ഗൈസ്. കാരണം ഗൂഗിൾ പറയുന്നത് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ടാണ്, അർജുൻ പറയുന്നത് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ടാണ്. ഇത് ആർക്കും വഴി അറിഞ്ഞൂടാന്നുള്ളതാണ് സത്യം. അളിയൻ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. എടാ, നീ നിന്റെ വാക്കിന്റെ പുറത്ത് മാത്രമാണ് ഈ നടപ്പ് തങ്ങളിൽ നടക്കുന്നത് കേട്ടോ. എത്തിക്കും എന്നാണ് അളിയൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ദൈവം സഹിച്ച് നല്ല തണുപ്പും. ഞാൻ ഇന്നലെ ചൂടത്ത് മറ്റേ ഹുഡിയൊക്കെ ഇട്ടുകൊണ്ട് നടന്നു. ഇന്ന് ഈ തണുപ്പത്ത് ഞാൻ നമ്മുടെ കൂറ ഷർട്ട് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. തണുപ്പുണ്ട് ഇവിടെ. സമ്മർ എന്നൊക്കെ പറയുന്നത് വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി സമ്മർ എന്ന് പറയുന്നത്. ആക്ച്വലി തണുപ്പുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നോക്കട്ടെ, നടന്നു നോക്കാം. അങ്ങനെ ഗൈസ്, അർജുൻ ജയിച്ചിരിക്കുകയാണ്. നമ്മൾ വന്നിരിക്കുന്ന വഴി കറക്റ്റാണെന്നാണ് ഇപ്പം ഇവിടെ അന്വേഷിച്ച് പറഞ്ഞത്. അതെ, ഒരു സ്റ്റെയർ ഇറങ്ങിയാണ് നമ്മൾ ഫോൾസിലോട്ട് പോകുന്നത്. തണുപ്പുണ്ട്, പക്ഷെ നമ്മളിപ്പോൾ ഇച്ചിരി നടന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കൊടുങ്കാട്. നീ ഇതുവഴിയാണോ മുന്നേ വന്നത്?
നീ ആദ്യമായിട്ടാണ് ഈ വഴി ഇത് ഉഗാണ്ട് മറ്റേ ഗുണ കേവ്സ് നമ്മൾ ഗുണ കേവ്സ്. അപ്പൊ എന്താണെങ്കിലും ഇത് നന്ദ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്, അർജുനും വന്നിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാ. അപ്പൊ ഇവര് വന്ന് ഇതേതോ കാട്ട് വഴിയെന്നാണ് പറയുന്നത്. എന്തായാലും പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ ആ പടി ഇറങ്ങി വന്നപ്പോൾ നയാഗ്ര പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സംഗതി കറക്റ്റാണ്. എങ്ങനെ ഇതാണ് നയാഗ്ര പാർക്കിൻ്റെ ദൃശ്യങ്ങൾ. ഇനി അവിടെ ഒരു ഡാമല്ലേ ഇത്? അവിടെ എന്തോ വെള്ളം, ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അത് അമേരിക്കയാണോ? എവിടെയാണ് അമേരിക്ക? അമേരിക്ക എവിടെ? ഇത് അമേരിക്ക, അത് അമേരിക്ക. അങ്ങ് പോണം. ആ അത് കാനഡ, അത് കാനഡ. ഇത് അമേരിക്ക. എവിടെ എൻ്റെ അമേരിക്ക എന്ന് ഞാൻ കാണണ്ടേ? അമേരിക്ക നോക്കട്ടെ നമുക്ക് കുറച്ചുകൂടെ നടന്ന് അമേരിക്ക കണ്ടിട്ട് വരാം കേട്ടോ. അപ്പൊ ഇതാണ് ഇത് ഈ പാലം കഴിഞ്ഞാ അമേരിക്ക അല്ലേ? ആ പാലം കഴിഞ്ഞാ അമേരിക്ക. ഓ അത് അമേരിക്ക. ഓക്കെ, ഇത് അമേരിക്കയുടെ സൈഡിലുള്ള ഫോൾസ്. ആ കാണുന്നതാണ് കാനഡയുടെ സൈഡിലുള്ള ഫോൾസ്. അവിടെ 2 ബോട്ട് കണ്ടോ? അതൊരു ചുവന്ന ബോട്ടും പിന്നെ ഒരു നീല ബോട്ടും ഉണ്ട്. ഈ ചുവന്ന ബോട്ട് കാനഡയുടെ ബോട്ടാണ്. അപ്പോൾ ഇത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ആ നീല ബോട്ട് കണ്ടോ? അവിടെ ഒരു നീല ബോട്ടില്ലേ? അതുപോലെ പോയി അറ്റത്ത് പോയി മിസ്റ്റിൻ്റെ അകത്തൂടെയൊക്കെ കറങ്ങി വരും. അപ്പോൾ അതാണ് ശരിക്കും നയാഗ്ര. അപ്പം ഇനിയിപ്പോൾ ബാക്കിയൊന്ന് കൺകുളിർക്കെ കാണട്ടെ. ഒരു സീകളിൽ ഞാനിവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നു. അളിയൻ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഫോൺ എടുത്തപ്പോൾ അളിയൻ പറഞ്ഞുപോയി. എൻ്റെ അമ്മ, ഇത് ചെറിയ കളിയല്ല. ഞാൻ കയ്യിൽ ഇറുക്കി പിടിച്ചേക്കാണ്. ചെറിയ കാറ്റോട് പണ്ടാരത്തെക്കാരും മിസ്സായി പോകുന്നത് എനിക്ക് പേടിയുണ്ട്. This is huge. ഇത് ഈ വീഡിയോയിൽ ഒന്നും തന്നെ നിങ്ങൾ കാണുന്നില്ലെന്നേ ഞാൻ പറയുള്ളൂ. ശരിക്കും ഒരു ഭീകര സംഭവമാണ് നയാഗ്ര ഫോൾസ്. കനേഡിയൻ ഷിപ്പ് അല്ല ബോട്ട് വരുന്നുണ്ട്. വളരെ അടുത്തെത്തിയിട്ടുണ്ട്. മിസ്റ്റൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മേ, ആ കപ്പൽ കിടക്കുന്ന അവിടെ ഞങ്ങൾ പോകും കേട്ടോ. ദൈവമേ, ഇത് ഹെവി സാധനമാണ്, ഹെവി. ഫോഴ്സ് കാണിച്ചു. ഇതാണ് സാധനം. എൻ്റെ അമ്മ, എന്ത് പവറിലെ വെള്ളം പോകുന്നറിയോ? ഇവിടെ ഒരു ഭയങ്കര ഭീകരത ഉണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. ആകെ കിട്ടുന്ന ഈ 2 സാധനം വെച്ചാണ്. ഇതിന്റെ പേരെന്തായിരുന്നടാ? സുഷി അല്ല, ഈ കമ്പിന്റെ പേര് അതായത് ഇത് വെച്ച് ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെയാണ് എടുക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ എടുക്കുക. പ്രോ ആയിരുന്നല്ലേ? പ്രോ അല്ല, നോക്കട്ടെ. ഇതൊന്നൊരു തീരുമാനമാക്കിയിട്ടുണ്ട്. കിട്ടി ഗൈസ്. ഇത് കഴിച്ചോക്കും. അങ്ങനെ ജീവിതത്തിൽ ആദ്യത്തെ സൂഷി കഴിച്ചിരിക്കുകയാണ് ഗൈസ്. കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഈ ബിഹൈൻഡ് ദ ഫോൾസ് എൻ്റെ അമ്മേ, ജേണി ബിഹൈൻഡ് ദ ഫോൾസിന് $25 അല്ലേ? ഓക്കെ, എന്തായാലും കണ്ടേക്കാം ഗൈസ്. അപ്പോൾ ഇത് കണ്ടോ, ഈ JBFT ജേണി ബിഹൈൻഡ് ദ ഫോൾസ് എന്ന് പറയുന്ന പരിപാടിക്കിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. 4 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, 3 അഡൽട്ടും 1 കുട്ടിയും. അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാം. ഉഗ്രം കാഴ്ചകളാണ്, വൻ കാഴ്ചകളാണ് കൂടെ. അങ്ങനെ ഞങ്ങൾ ജേണി ബിഹൈൻഡ് ദ ഫോൾസിൻ്റെ അകത്തോട്ട് കയറാണ്. ഇവിടെ ഒരു ഏകദേശം നടക്കാമെന്നാണ് മനസ്സിലായത്. നാളെ എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു ഫോട്ടോ എല്ലാവരും കൊണ്ടും എടുപ്പിക്കും. നമ്മുടെ നയാഗ്രയുടെ ബാക്കിൽ നിൽക്കുന്ന പോലെ ഒരു ഫോട്ടോ ഓപ്ഷനിലാണ്. ഫോട്ടോ എടുത്തേ പറ്റൂ. പിന്നെ നമ്മൾ വാങ്ങണോ വേണ്ടതെന്നുള്ള ഓപ്ഷനിലാണ്. അപ്പോൾ അത് ഇതുവഴി. അപ്പോൾ അങ്ങനെ നമ്മൾ ക്യൂയിൽ കയറി പറ്റിയിട്ടുണ്ട്. നേരെ മുന്നോട്ട് പോകണേ. അപ്പോൾ പോഞ്ചോ എനിക്ക് അതിൻ്റെ നിൽക്കണം. പോഞ്ചോ എന്ന് പറയുന്നത് വേറെ നല്ല ഇതുപോലെ ഒരു കവർ നമുക്ക് തരും. അതിവിടെ കാണിച്ച് ഈ കവർ മേടിച്ച് നമ്മൾ ഈ കവർ തലയിലിട്ടുകൊണ്ടാണ് നടക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ മഴ നനയും. മഴയല്ല, ഈ സംഭവം നനയും. അപ്പം നമുക്ക് സെറ്റാക്കാം. ഇതാണ് എൻ്റെ പോഞ്ചോ.
ഇത് നന്ദയുടെ പോഞ്ചോ, ഇത് പാത്തുവിൻ്റെ കുട്ടി പോഞ്ചോ. ഹേയ് കുട്ടി പോഞ്ചോ. അപ്പോൾ പോഞ്ചോ ഇട്ട് റെയിൻകോട്ട് ഇട്ടിട്ട് അടുത്ത വീഡിയോ. ഇതേ പാത്തുവിനെ നമ്മൾ പോഞ്ചോയ്ക്ക് അകത്തിറക്കാണ്. പാത്തുവിനെ നിർത്തി തയ്ക്കേണ്ടി വരുമായിരുന്നു എന്ന് തോന്നുന്നു. നല്ലൊരു പോഞ്ചോ അങ്ങനെ ശരിയാവുന്നില്ല. ഇഷ്ടപ്പെട്ടില്ല പോഞ്ചോ, കൺഫ്യൂഷനായി. അങ്ങനെ പോഞ്ചോയും ഇട്ടു. ഇതിപ്പം അതെ സത്യം പറഞ്ഞാൽ നൈറ്റി ഇട്ടൊരു ലുക്ക് ഉണ്ട് കേട്ടോ. അല്ല നൈറ്റി ഇട്ടതുപോലെ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. 125 ഫീറ്റാണ് എലിവേറ്റർ താഴോട്ട് പോകുന്നത്. 38 മീറ്റർ. ടണൽ എത്തിയിട്ടുണ്ട്. എടാ സ്ലിപ്പറിയാണേ, സ്ലിപ്പറിയാണ്. ഓ എൻ്റെ അമ്മേ എന്തൊക്കെ വേറെ വൈബാണ്. പ്രേതം ഡിഫറെന്റ് വൈബാണ്. ടണല് കഴിയാറായി കേട്ടോ. ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ എന്നൊക്കെ പറയുന്ന പ്രയോഗം. ടണല് കഴിയുകയാണ്. എടാ തലയിലൂടെ ഇട്ടോട്ടാ, ഇനി നനയുമായിരിക്കും. എൻ്റെ അമ്മേ ടണല് കഴിച്ച് എൻ്റെ അള്ളിയ This is huge. താഴോട്ട് പോയി നോക്കാം. I know, we're trying to get in the tunnel. Relax. ഓക്കെ ഇവിടെ വന്നേ. എൻ്റെ അമ്മ പൊളി. Oh my God. അതെന്താ പരിപാടി ഇവിടെ? എൻ്റെ മോനെ ഇതൊരു മാരക സംഭവമാണ്. മാരക സംഭവം എന്ന് പറഞ്ഞാൽ മാരക സംഭവം. നനഞ്ഞ് തല മുഴുവൻ കുളിച്ച്. അയ്യോ മറ്റടുത്ത് പോകട്ടെ. ഇനി ഇതിന്റെ മറ്റേ സാധനമുണ്ട്. ഇതിന്റെ താഴെ പോകണ്ടേ, ഇപ്പം മേലെയാണ് മറ്റത്. അപ്പൊ ഇനി അടുത്ത പരിപാടിയോട്ട് പോകട്ടോ. അടുത്താണ് ഇനി നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റാണ്. അതിപ്പോ കുറച്ച് ഏറെ നടക്കാനുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഞാൻ മുഴുവൻ നനഞ്ഞു. നിന്റെ തല അറിഞ്ഞാ? ഇല്ലല്ലേ, തല അറിഞ്ഞില്ലല്ലേ. ഞാൻ ഈ അവസാനം പോയിന്ന് നല്ല നനഞ്ഞളിയാ. ഇവിടെ ഇതാണ് ആ ഹോർഷൂ വാട്ടർഫോൾ. അതിൻ്റെ ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനി നടന്ന് കുറച്ചുകൂടെ അപ്പുറത്ത് പോയാൽ വീണ്ടും അവിടെയും കാണാൻ പറ്റുന്നുണ്ട്. വീണ്ടും ടണൽ അവിടെ ഹെവിയാണേ. പോയിക്കോ. നയാഗ്രയുടെ പുറകു വശമാണ്. വെള്ളം അങ്ങോട്ട് വീഴുവാണ്. ഓ ഇതിലൊന്നും കാണുന്നില്ല. ഭയങ്കര ഇരുട്ടാണ്. ഇതൊന്നും കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റത്തില്ല. പൈസയൊക്കെ ആൾക്കാർക്കുണ്ട്. ഭയങ്കര പരിപാടിയാണ്. പക്ഷേ ലൈറ്റ് ഭയങ്കരമാണ്. അത് കാണാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. വീണ്ടും നയാഗ്ര. ഇതിൻ്റെ അടിയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ മുകളിലോട്ട് വന്നത്. അടുത്തത് നമ്മുടെ ഇന്നത്തെ മോസ്റ്റ് അഡ്വഞ്ചറസ് എല്ലാവരും ഇതിലോട്ട് നമ്മൾ കിടക്കുകയാണ്. അതായത് ബോട്ടിൽ പോകണം. നയാഗ്രയുടെ അണ്ണാക്കിലോട്ട് ചെന്ന് കയറി കൊടുക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ നേരെ നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ്. അങ്ങനെ ഗൈസ് നമ്മൾ മറ്റേ ക്രൂയിസ് പറഞ്ഞില്ലേ, അതിലോട്ട് കയറുന്ന എൻട്രൻസ് ആണ് ഇത്. എവിടെയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഭാഗത്തോട്ട് കയറാം. അങ്ങനെ ഗൈസ് ദേ നയാഗ്ര. ഇത് ഞങ്ങൾ ആ ബോട്ടിലോട്ട് കയറാനുള്ള ടണലിലൂടെയൊക്കെ കയറി അല്ല ഒരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി ദൂരമുണ്ട് കേട്ടോ. നടന്ന് എൻ്റെ അമ്മേ കുറേ നടന്നാലേ എങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ പോകാം. അങ്ങനെ ഞങ്ങൾ ബോട്ട് പൊടിയാനായി പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു, പക്ഷേ അതിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇനി അതും കൂടെ സംസാരിച്ച് സോർട്ട് ചെയ്തിട്ട് വേണം ബോട്ടിൽ കയറാൻ. അപ്പോൾ നമ്മൾ പോയി നോക്കാം. ഇപ്പുറത്ത് അല്ലേ ഇപ്പുറത്ത്. അങ്ങനെ നമ്മുടെ ടിക്കറ്റ് ഇത് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ടിക്കറ്റ് കാണിക്കുന്നു. നമ്മളുടെ 5 മിനിറ്റിൽ പരിപാടി തുടങ്ങും. അങ്ങനെ ഗൈസ് പുതിയ പോഞ്ചോ കിട്ടി. ചുമന്ന പോഞ്ചോ, മഞ്ഞയും ചുവപ്പും കണ്ടോ. ഇതൊരു ചെങ്കടൻ. അപ്പുറത്ത് US-ന്റെ പോഞ്ചോ നീല കളറാണ്. അതാണ് അവർക്കൊരു ബ്ലൂ പോഞ്ചോ കിട്ടിയത്. അതുകൊണ്ടല്ലേ. അപ്പോൾ അതൊക്കെ പോയി വണ്ടിയിൽ ഫ്രണ്ട് സീറ്റ് കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ നടന്ന് ഇതാ ആ വലിയ സംഭവത്തിൻ്റെ അടുത്തോട്ട് പോകാൻ സമയമായിരിക്കുകയാണ് ഗൈസ്. എൻ്റെ അമ്മ എല്ലാവരും മേളിലാണല്ലോ. നമ്മൾ ബുദ്ധിപരമായി മേളിൽ കയറാന്നുള്ള പ്ലാനിലായിരുന്നു. എന്തപ്പാ മേളിൽ കൊണ്ട് താഴെ പോവോ? എല്ലാവർക്കും മുകളിലാണ് കയറേണ്ടത്. എടാ നമുക്ക് മേളിൽ പോകണോ? മേളിൽ പോവല്ലേ. മേളിൽ നല്ല വൈബാണ്. മേളിൽ പോവാം. ചെറിയൊരു ബോട്ടിൽ കയറിയൊരു ഫീലുണ്ട്. ചെറിയൊരു ആട്ടമുണ്ട്. ആട്ടം അവിടെ നിൽക്കാൻ പറ്റിയ വേണോ? ആയിരിക്കും. പോയി ഇതിനെക്കൊണ്ടൊരു പിടിപ്പിക്കാൻ പറ്റുമോ? അതിലെവിടെയെങ്കിലും ഒരു കമ്പനി പിടിക്കാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ അമേരിക്കൻ ഫോൾസ്. നോക്കണം. അത്ര ചെറുതൊന്നും അല്ലല്ലേ. ഇതൊക്കെ വളരെ മേലെയാണ് നമ്മുടെ മറ്റു സാധനം. ഇതെല്ലാം ഭയങ്കര വലുതായിട്ട് തോന്നുന്നു. ഞാൻ കളയത്തില്ല. അറിയാണ്ട് പോയ അമേരിക്ക ഉണ്ടല്ലോ എന്ന് പറയുന്നത്. നമ്മുടെ ഐറ്റത്തി എൻ്റെ അമ്മേ എന്താണ് അവിടെ നോക്കണം. റൈറ്റ് വേണു Ya, lo más que vamos a hacer es el caballo. 7 ലക്ഷം gallons per second. Sí, ya, siempre lo sé ya. കളിയാൻ തലയിൽ സാധനം സമയം തോന്നുന്നില്ല. കുറച്ചുകൂടെ അങ്ങെത്തണം. ആടാ ഫീൽ കിട്ടത്തില്ല. ഇവിടെ പിടിച്ചാൽ നിൽക്കുന്നത്. നീ എന്നെ പിടിച്ചാ നീ എവിടെ പാത്തുവിനെ അവിടെ പിടിച്ച
എടാ ദിസ് ഇസ് സോ അൺറിയൽ അല്ലേ സോ അൺറിയൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ സൂടാ അൺറിയൽ സൈഡ് മാത്രമേ കിട്ടുന്നുള്ളൂ അവിടെ അങ്ങോട്ട് പോകാൻ പറ്റുമോ അങ്ങനെ അടുപ്പിക്കും വേണമെങ്കിൽ നമുക്ക് നടന്നിട്ട് പോകാം എന്നിട്ട് അവിടെ ലൈറ്റാണ് ഫ്രണ്ട് ഒന്ന് പോയി നോക്കിയാലോ ഒന്ന് അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാമേ ഈ സ്ഥലം കളയാണ് കയറാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത്
unreal stuff. Whoa. Whoa. അങ്ങനെ ഗൈസ് നമ്മൾ പതുക്കെ നയാഗ്രയ്ക്ക് വിട പറയുകയാണ്. ബൈ ബൈ. എന്നിട്ട് ഞങ്ങൾ നടന്ന് ഇനി കാറിൻ്റെ അടുത്തോട്ട് പോവാണ്. ഇന്ന് ആക്ച്വലി വിട പറയുക അല്ല, ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു പരിപാടിയും കൂടെ ഉണ്ട്. വൈകുന്നേരം ഇവിടെ ഒരു വെടിക്കെട്ട് പരിപാടികളൊക്കെ ഉണ്ട്, അതും കൂടെ കണ്ടിട്ടാണ് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുവരെ ഉള്ള സമയം നമ്മൾ ഇവിടെ ഒന്ന് കറങ്ങി സ്പെൻഡ് ചെയ്യാൻ വിചാരിക്കുന്നു. ഒരു നല്ല നൈസ് ബിൽഡിങ്, എന്ത് ബിൽഡിംഗ് ആണെന്ന് വായിക്കാൻ പറ്റുന്നില്ല. കുറച്ചൊരു പോലീസുകാരൊക്കെ കയറി പോകുന്നുണ്ട്, പോലീസിനാണോ എന്ന് അറിയില്ല കേട്ടോ. എന്താണെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് കാറ് കിടക്കുന്നിടത്തോട്ട് പോയിട്ട് തിരിച്ചു പോകും. പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ്, കണ്ടപ്പോൾ എല്ലാവരെയും ഒന്ന് കാണിച്ചേക്കാൻ വിചാരിച്ചു. നല്ല ഒന്നാം തരം ഹാർലി, പെൻസിൽവേനിയിൽ നിന്ന് വന്ന വണ്ടികളാണ് കേട്ടോ. 115 years, ബ്യൂട്ടിഫുൾ അല്ലേ? ശരി. ഓക്കെ, കാറിൻ്റെ അടുത്ത് പോട്ടെ. ഇത് നയാഗ്രയിലെ ഒരു പ്രീമിയം ബ്രാൻഡ് ഔട്ട്ലെറ്റാണ്. പ്രീമിയം ബ്രാൻഡ് ഔട്ട്ലെറ്റ് അല്ലല്ലോ, പ്രീമിയം ഔട്ട്ലെറ്റാണ്. അപ്പോൾ ഇവിടെ ബ്രാൻഡഡ് ഐറ്റംസിൻ്റെയൊക്കെ കമനീയമായ ശേഖരം ഉണ്ടെന്നാണ് അളിയൻ പറയുന്നത്. എന്തായാലും ഒന്ന് കയറി നോക്കാം കേട്ടോ. രാത്രികളിൽ ലളിത ഭക്ഷണം എന്നാണല്ലോ, വളരെ ലളിതം. ഇനി കുറച്ച് സാധനങ്ങൾ കൂടെ വരാനുണ്ട് ഗൈസ്. ഗൈസ് പാത്തുവിന് കാല് വയ്യാതെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാനും അർജുനും കൂടെ തൊമ്മനും മക്കളിലെ തൊമ്മനെടുത്തോണ്ട് പോലെ പോവുകയാണ് ഗൈസ്. പാത്തു, എന്താണ് പാത്തുവിന് പറ്റിയത്? കാല് വേദനിക്കുന്നു. ഫ്യൂച്ചർ യൂട്യൂബർ ഇഞ്ചോർഡായി ഗൈസ്. അങ്ങനെ ഞങ്ങൾ തോളി ചുമന്നുകൊണ്ട് പോവുകയാണ് പാത്തുവിന്. അങ്ങനെ ചെറിയൊരു പണി കിട്ടി. പാത്തുവിന് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. പാത്തുവിൻ്റെ കാല് എനിക്കൊന്നും മസിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ പാത്തുവിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം നമ്മുടെ ഇന്നിവിടെ വന്നിട്ട് ആകെ നടക്കാതെ പോയത് ഈ വെടിക്കെട്ട് പ്രകടനം മാത്രം കാണാൻ പറ്റില്ല. അതിനുവേണ്ടി ഇനി നമ്മൾ വേറൊരു ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും മാത്രം പറയാൻ വന്ന ഒരു കുഞ്ഞ് അല്ല, കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.